ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യാമ്മയുടെ വീട്ടിലെത്തിയ സുസ്മിത പറയുന്നത് കേട്ട് സത്യഭാമയ്ക്ക് വിശ്വസിക്കാൻ കഴിയാതാകുന്നു. ഇത് കേട്ട ഉടനെ തന്നെ രാഘവൻ നായർ സത്യഭാമയോട് പറഞ്ഞു, ഭാമേ, നീ ഒരു കാരണവശാലും ഇവൾ പറയുന്നത് വിശ്വസിക്കരുത്. നമ്മുടെ അനുഭവങ്ങളും അതുപോലെയാണല്ലോ. അതും മാത്രമല്ല, ഇങ്ങനെയൊരു കള്ള റിപ്പോർട്ട് ഇവൾക്കുണ്ടാക്കാവുന്നതേ ഉള്ളൂ എന്ന് രാഘവൻ നായർ പറഞ്ഞത് കേട്ട് സത്യഭാമ സംശയത്തോടെ ആ റിപ്പോർട്ടിലേക്ക് നോക്കുമ്പോ രാഘവൻ നായർ ചോദിച്ചു, ഭാമേ, നീ ശ്യാമയെ അവിശ്വസിക്കുകയാണോ? അത് കേട്ട ഉടനെ സത്യഭാമ പറഞ്ഞു, രാഘവേട്ട, എന്നെ ഏറ്റവും കൂടുതൽ വഞ്ചിച്ചത് അവളുടെ ചേച്ചിയാണ്. അതേ രക്തം തന്നെയാണോ അവളുടെ ശരീരത്തിലും ആ ഞരമ്പിലൂടെ ഒഴുകുന്നതെന്ന് എനിക്കറിയണം എന്ന് സത്യഭാമ രാഘവൻ നായരോട് അറിയിച്ചു. അതിനുശേഷം സത്യഭാമ ഉടനെ തന്നെ തനിക്കറിയാവുന്ന മറ്റൊരു ഡോക്ടറുടെ ഫോണിലേക്ക് വിളിക്കണം. ഡോക്ടർ കോൾ എടുത്ത് ഹലോ സത്യാമേ എന്ന് വിളിച്ചത്. ഉടനെ സത്യഭാമ ചോദിച്ചു, ഡോക്ടർ തിരക്കിലാണോ? അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു, അല്ല സത്യാമേ, ഞാനിപ്പോൾ ഫ്രീ ആണ്, എന്താ എന്ന് ചോദിച്ചതും, എന്നാ ഞാനൊരു അഡ്രസ് അയച്ചു തരാം, അവിടേക്ക് ഉടനെ തന്നെ ഡോക്ടർ എത്തണം എന്ന് പറഞ്ഞു. ശരി സത്യാമേ എന്ന് പറഞ്ഞ് ഡോക്ടർ ഫോൺ വെച്ചതും സത്യഭാമ പോകാനായി റെഡിയാകുമ്പോ ഉടനെ തന്നെ വിഷ്ണു വീട്ടിലേക്ക് വന്നെത്തി. അകത്തേക്ക് കയറി വരുമ്പോ സിറ്റൗട്ടിൽ വന്നെത്തിയതോടെ അകത്ത് നിൽക്കുന്ന സുസ്മിതയെ കണ്ടതോടെ വിഷ്ണുവിനാകെ സംശയമായി. ഇവളെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? എന്തെങ്കിലും പൊല്ലാപ്പൊപ്പിച്ചിട്ടുണ്ടാകുമോ എന്ന് വിഷ്ണു സംശയത്തോടെ നോക്കി നിൽക്കുമ്പോഴേക്കും സത്യഭാമ വിഷ്ണുവിനെ കണ്ടതും, ആ വിഷ്ണു, നീ കൃത്യസമയത്തായി എത്തിയത്. നീ വേഗം വണ്ടി ഇറക്ക്, നമുക്ക് ശാരദാമ്മയുടെ വീട് വരെ പോണം. ഇത് കേട്ടതോടെ വിഷ്ണുവിനാകെ സംശയമായി. ദൈവമേ, ഞാനിനി ശാലിനിയുമായിട്ട് ഇന്റർവ്യൂവിന് പോയ വിവരം അമ്മ അറിഞ്ഞിട്ടുണ്ടാകുമോ? അതായിരിക്കുമോ എന്ന് ചോദിച്ചതും ഉടനെ വിഷ്ണു ചോദിച്ചു, എന്താമേ, എന്താ കാര്യം? അപ്പോഴേക്കും ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള വിഷ്ണുവിന്റെ സംശയം കണ്ടിട്ട് സത്യഭാമ പറഞ്ഞു, വിഷ്ണു, നിന്നോട് വണ്ടി ഇറക്കാനാ പറഞ്ഞത്. എന്താ കാര്യമെന്ന് അവിടെ ചെന്ന് കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും. വേഗം വണ്ടി ഇറക്കടാ എന്ന് പറഞ്ഞപ്പോ വിഷ്ണു ഉടനെ തന്നെ ആലോചിച്ചു, ദൈവമേ, സംശയിക്കണ്ട, ഇതാവ് തന്നെ. അപ്പോഴേക്കും സുസ്മിത ചോദിച്ചു, അല്ല ഭാമാൻറ്റി, ഞാൻ കൂടെ വരട്ടെ? അതിനുശേഷം സത്യഭാമ മറുപടി പറയാനായി കാത്തു നിൽക്കുമ്പോഴേക്കും സുസ്മിത മനസ്സിൽ ചിന്തിച്ചു, അവിടെ ചെന്ന് കഴിഞ്ഞ് ഭാമാൻറ്റി ശാരദാമ്മയുടെയും ശാലിനിയുടെയും ശ്യാമയുടെയും ഒക്കെ കർണത്തടിക്കുന്നത് എനിക്ക് നേരിട്ട് കാണാമല്ലോ എന്ന് സുസ്മിത മനസ്സിനങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ സത്യഭാമ പറഞ്ഞു, നീ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ വലിച്ച വണ്ടിക്കകത്ത് ഞാൻ കയറ്റിയിരിക്കാം. കാരണം ഇന്നത്തോടെ എനിക്ക് സത്യം അറിയണം. നീ പറഞ്ഞത് വല്ലതും കളവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ നിനക്ക് ഞാൻ അവിടെ വെച്ച് തന്നെ തന്നിരിക്കും എന്ന് സത്യഭാമ സുസ്മിതയോട് പറയുമ്പോൾ സുസ്മിത പറഞ്ഞു, ഒരിക്കലും ഇല്ല ഭാമാൻറ്റി, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അത് കേട്ടതും വിഷ്ണുവിന് വീണ്ടും ആശങ്കയായി. ദൈവമേ, അപ്പോ ഞാൻ ചിന്തിച്ചതുപോലെ തന്നെ അമ്മയോട് ഇവൾ വന്ന് ആ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട് തീർച്ച എന്ന് വിഷ്ണു ആശങ്കയോടെ ആലോചിച്ചു നിന്നു. അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു, എടാ, നിന്നോടാ പറഞ്ഞ വണ്ടി ഇറക്കാൻ എന്ന് പറഞ്ഞ് ഭാമയും സുസ്മിതയും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോ വിഷ്ണു ആശങ്കയോടെ രാഘവൻ നായരോട് ചോദിച്ചു, അല്ല എന്താച്ചാ, എന്താ പ്രശ്നം? ഉടനെ രാഘവൻ നായർക്ക് മറുപടി ഒന്നും പറയാനാകാതെ വേഗം രാഘവൻ നായർ ആ ടേബിളിലിരുന്ന ആ ഫയൽ നോക്കിയിട്ട് കാരണം അതാണെന്നുള്ള രീതിയിൽ കാണിച്ചു. അപ്പോഴേക്കും കരുണ ഹോസ്പിറ്റൽ എന്ന് എഴുതിയിരിക്കുന്ന ആ പേര് കണ്ടതോടെ ആകെ സംശയമായി വിഷ്ണുവിന്. വിഷ്ണു ഉടനെ തന്നെ ആ ഫയൽ എടുക്കാനായി കുനിയാൻ തുടങ്ങുമ്പോഴേക്കും സത്യാമ്മ വിളിച്ചു, വിഷ്ണു, നിന്നോട് പറഞ്ഞു കേട്ടില്ലേ എന്ന സത്യാമ്മയുടെ ചോദ്യം കേട്ട്, ആ അതാ വരുന്നു അമ്മേ എന്ന് പറഞ്ഞ് വിഷ്ണു എന്താകും അച്ഛാ എന്ന് ചോദിച്ച് ആശങ്കയോടെ അവിടെ നിന്ന് ഇറങ്ങി. സത്യാമ്മയുടെ കൂടെ വിഷ്ണു പോകുന്നത് കണ്ടതോടെ രാഘവൻ നായർ വേഗം പിള്ളാച്ചന്റെ സഹായത്തോടെ സിറ്റൗട്ടിലേക്ക് എത്തി. സത്യാമ്മയും വിഷ്ണുവും കാറിൽ കയറി പോകുമ്പോ അതിന് പിന്നാലെ സുസ്മിതയും കാർ എടുത്തിറങ്ങുന്നു. ഈ സമയത്ത് രാഘവൻ നായർ മനസ്സിൽ പറഞ്ഞു, ഈ ഭാമ എന്തൊരു മണ്ടിയാണ്. ഭാമയല്ലാതെ വേറെ ആരെങ്കിലും ആ സുസ്മിതയുടെ വാക്ക് വിശ്വസിക്കുവോ? പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് രാഘവൻ നായർ ഭയങ്കര കഷ്ടമായി പോയെന്ന് അങ്ങനെ പരിതപിച്ച് രാഘവൻ നായരും അങ്ങനെ ഇരുന്നു. ഈ സമയത്ത് ശാരദാമ്മയുടെ വീട്ടിലിരുന്ന് ശ്യാമ സത്യാമ്മ തന്നെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തു. കൃത്യസമയത്ത് മരുന്ന് കഴിക്കണമെന്നും അയൺ ഗുളിക കഴിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരുമെന്നും എന്നാൽ അത് കളയരുതെന്നും കൃത്യമായി കഴിക്കണമെന്നും കുഞ്ഞിന്റെ എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് അത് ആവശ്യമാണെന്നും അതോടൊപ്പം തന്നെ ഉച്ചഭക്ഷണം രണ്ടുപേർക്ക് കഴിക്കാനുള്ളത് കഴിക്കണമെന്നും ഒക്കെ സത്യാമ്മ രാവിലെ തന്നെ വിളിച്ച് ഉപദേശിച്ചതൊക്കെ ശാരദാമ്മയുടെ വീട്ടിലിരുന്ന് ഓർക്കുകയാണ് ശ്യാമ. അങ്ങനെ അത് ഓർത്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും അവിടേക്ക് ഒരു ഓട്ടോ വന്നിറങ്ങി. ഓട്ടോയിൽ നിന്ന് ശാലിനി വന്നതും വേഗം അകത്തേക്ക് കയറി വരുമ്പോ ശ്യാമ ഇരിക്കുന്നത് കണ്ട് ആ ശ്യാമക്കുട്ടി എന്ന് വിളിച്ച് അരികിലേക്ക് ഓടിച്ചെന്നു. കുഞ്ഞേച്ചി എന്ന് വിളിച്ച് ശാലിനിയും കെട്ടിപ്പിടിച്ച് ശ്യാമ തന്റെ സന്തോഷം അറിയിച്ചു. മോളെ, നീ എപ്പോഴാടി വന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ആരാ നിന്നെ കൊണ്ടുവന്ന് വിട്ടത് എന്ന് ശാലിനി അന്വേഷിച്ചു. അപ്പോഴേക്കും ശാരദാമ്മയും അവിടേക്ക് എത്തി. മോള് വന്നോ? രോഹിത്തും സത്യാമ്മയും കൂടിയാണ് ശ്യാമയെ കൊണ്ടുവന്ന് വിട്ടത് എന്ന് ശാലിനിയോട് ശാരദാമ്മ അറിയിച്ചു. ഭാഗ്യം, എന്തായാലും ഇവളിങ്ങി വന്നല്ലോ എന്ന്
വിഷ്ണു മറ്റുള്ളവരുടെ കയ്യിൽ പെടാതെ ശാലിനിയുടെ അനുജത്തി കൃത്യമായി തന്റെ വീട്ടിലേക്ക് വന്നെത്തിയതിന്റെ സന്തോഷം ശാലിനി പറയുമ്പോ സത്യമ്മ പറഞ്ഞു, എങ്കിലും മോളെ എന്ന് പറഞ്ഞതും ശാലിനി ചോദിച്ചു, എന്താ അമ്മേ? അപ്പോഴേക്കും നിനക്ക് ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നോ എന്ന് ശാലിനിയോട് ശാരദാമ്മ അന്വേഷിച്ചു. ഉടനെ ശാലിനി മറുപടി പറയുന്നതിന് മുമ്പ് ശ്യാമ പറഞ്ഞു, പിന്നെ ഇന്റർവ്യൂ ചേച്ചി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവില്ലേ? അത് തീർച്ചയല്ലേ, ചേച്ചിക്ക് തന്നെയാ ഫസ്റ്റ് അല്ലെ കുഞ്ഞേച്ചി എന്ന് പറയുമ്പോഴേക്കും ശാലിനി പറഞ്ഞു, പിന്നെ ഒരു വിധത്തിൽ കഴിഞ്ഞു കൂടിയമ്മേ എന്ന് ശാരദാമ്മയോട് അറിയിച്ചു. എന്നിട്ടും ശാരദാമ്മയുടെ മുഖത്താകെ സങ്കടം കണ്ടതോടെ ശാലിനി ചോദിച്ചു, അല്ലമ്മേ എന്തു പറ്റി? അമ്മയ്ക്ക് എന്തൊരു വിഷമം പോലെ എന്ന് ചോദിച്ചതും ശാരദാമ്മ പറഞ്ഞു, നീ ഇന്റർവ്യൂവിന് പാസ്സാകുമോ ഇല്ലയോ എന്നല്ല, നീ ഇന്റർവ്യൂവിന് പാസ്സാകുമെന്നൊക്കെ അമ്മയ്ക്ക് ഉറപ്പുണ്ട്, അത് അറിയുകയും ചെയ്യാം. അതല്ല മോളെ, ഈ ഇന്റർവ്യൂ കളക്ടർ ഉദ്യോഗം എന്നതിനേക്കാളൊക്കെ ഉപരിയാണല്ലോ ജീവിതം. അതുകൊണ്ട് തന്നെ നീ സത്യാമ്മയ്ക്ക് വാക്ക് കൊടുത്തതല്ലേ മോളെ, ഇങ്ങനെ ഒരു മോഹം നീ ഉപേക്ഷിക്കുമെന്ന്, കളക്ടർ എന്നുള്ള മോഹം നീ ഉപേക്ഷിക്കാമെന്ന് സത്യാമ്മയ്ക്ക് വാക്ക് നൽകിയതല്ലേ? എന്നിട്ട് ആ വാക്ക് തെറ്റിച്ചെന്ന് സത്യാമ്മ അറിയുമ്പോ എന്തായിരിക്കും? വിഷ്ണുവാണ് ഇതിന് കാരണക്കാരൻ, അല്ലെങ്കിൽ വിഷ്ണു അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിന് പോയതെന്ന് സമ്മതിക്കാം. എന്നാൽ അതിനേക്കാൾ ഉപരി സത്യാമ്മയോട് ഇക്കാര്യം മറച്ചു വെച്ചെന്ന് സത്യാമ്മ അറിയുമ്പോ അത് വലിയ പ്രശ്നമായി മാറില്ലേ മോളെ എന്ന് സത്യാമ്മ ഇതറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ആ പ്രശ്നത്തെക്കുറിച്ച് ശാരദാമ്മ വിഷമത്തോടെ ശാലിനിയോട് ചോദിച്ചു. അപ്പോഴേക്കും ശാലിനി പറഞ്ഞു, എന്റെ അമ്മ എന്തിനിങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ ഇതെല്ലാം ആലോചിച്ചു കൂട്ടുന്നത്? അതിന്റെ ഒന്നും കാര്യമില്ലമ്മേ. അന്ന് സത്യാമ്മ ഇന്റർവ്യൂവിന് പോകണ്ട എന്ന് പറഞ്ഞത് അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാണ്, അല്ലാതെ അങ്ങനെ ഒരിക്കലും പോകല്ലെന്ന് കരുതിയല്ല സത്യാമ്മ പറഞ്ഞത്. പിന്നെ അമ്മേ, അങ്ങനെ പറഞ്ഞതിന് ശേഷം പ്രീതിയുടെ ഇടപെടൽ കൊണ്ട് പിന്നീട് ഇന്റർവ്യൂവിന് പൊക്കോളാനായി പറഞ്ഞിരുന്നു. എങ്കിലും അതിനൊരു നിബന്ധനയുണ്ടായിരുന്നു, ഒരാഴ്ച കൊണ്ട് എന്റെ ശ്യാമയെ നേർവഴിക്കാക്കണമെന്ന്, ശ്യാമയെ മര്യാദ പഠിപ്പിക്കണമെന്ന്. എന്നിട്ട് അവൾ മര്യാദ പഠിച്ചോ? ഒരാഴ്ച കൊണ്ട് മര്യാദ പഠിപ്പിക്കാൻ കഴിഞ്ഞോ? അത് ശാരദാമ്മയുടെ അല്ലേ മോള്, പിന്നെ എങ്ങനെയാണ് എന്ന് ശാലിനി ഒന്ന് കളിയാക്കുന്നത് പോലെ ശാരദാമ്മയോട് ചോദിക്കുമ്പോ ശാരദാമ്മ വിളിച്ചു, എടി മോളെ നീ എന്ന് പറഞ്ഞതും കുഴപ്പമൊന്നും ഇല്ലമ്മേ. എന്നിട്ട് ഇപ്പൊ ശ്യാമ എന്താ സത്യാമ്മ ആഗ്രഹിച്ചതുപോലെ ആ വീടിന് ഉത്തമയായ ഒരു മരുമകളായി മാറി. ഇപ്പൊ സത്യാമ്മയ്ക്ക് സന്തോഷിക്കാനായിട്ട് ഒരു കുഞ്ഞവയെ കൊടുക്കാൻ പോകുന്നു. അങ്ങനെ ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് ആ വീട്ടിലുള്ള എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന നിമിഷത്തിൽ സത്യാമ്മ എന്നെ തിരികെ വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പാണമ്മേ. അപ്പോ സത്യാമ്മയുടെ അരികിൽ ചെല്ലുമ്പോ സാവധാനത്തിൽ സത്യാമ്മയോട് ഇക്കാര്യം അറിയിച്ചാൽ മതി. അപ്പോ എന്തായാലും സത്യാമ്മ എന്നോട് ക്ഷമിക്കും. ഞാൻ ഇത് ചെയ്തതിൽ സത്യാമ്മ എന്നോട് ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ എന്നോട് ഒരിക്കലും വിരോധം കാട്ടില്ല, എനിക്ക് ഉറപ്പുണ്ടമ്മേ എന്ന് ശാലിനി പറഞ്ഞു. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സത്യാമ്മ അങ്ങനെ ഇക്കാര്യത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് ആശ്വസിപ്പിച്ച് അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞ് ശാലിനി നിൽക്കുമ്പോ സുസ്മിത വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ആലോചിച്ചു, ശാരദാമ്മേ, ഇന്നത്തോടെ നിങ്ങളുടെ കളികൾ അവസാനിക്കാൻ പോകുന്നു. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് കാണിച്ചു കൂട്ടിയ ഈ ചതിക്ക് ഇന്ന് സത്യാമ്മയുടെ കയ്യിൽ നിന്ന് തിരിച്ചടി കിട്ടാൻ പോവുകയാണ്. ഇന്ന് മക്കളെ രണ്ടുപേരെയും കൊണ്ട് ശാരദാമ്മ എന്നേക്കുമായി സത്യാമ്മയുടെ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം. ഇന്ന് ഈ സുസ്മിതയ്ക്ക് വിജയം കൈവരിക്കാൻ പോകുന്ന ദിവസമാണ് എന്നെല്ലാം മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുസ്മിത വളരെ അഹങ്കാരത്തോടെ സത്യാമ്മയോടൊപ്പം ശാരദാമ്മയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആ ഒരു സന്തോഷകരമായ നിമിഷങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു സുസ്മിത. ഈ സമയത്ത് വിഷ്ണു ആകെ ടെൻഷനിലായി. അല്ലമ്മേ, നമ്മൾ എന്തിനാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? ശ്യാമ ഇപ്പൊ കൊണ്ടുചെന്ന് വിട്ടിട്ട് വന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചതും സത്യാമ്മ പറഞ്ഞു, എനിക്ക് ഇന്ന് തന്നെ ഇതിന്റെ നെല്ലും പതിരും എനിക്ക് തിരിച്ചറിയണം, കണ്ടു തന്നെ വേണം എനിക്ക് അതിന്റെ നെല്ലും പതിരും തിരിക്കാൻ എന്ന് പറഞ്ഞതും ഉടനെ തന്നെ വിഷ്ണുവിന് അപ്പോഴേക്കും കാര്യം മനസ്സിലായി. ദൈവമേ, അപ്പോ എന്തായാലും ഞാൻ സിവിൽ സർവീസിന്റെ ഇന്റർവ്യൂവിന് കൊണ്ടുപോയതിന്റെ കാര്യമല്ല അത് തീർച്ച, നേരിട്ട് കണ്ട് നെല്ലും പതിരും തിരിക്കണം എന്ന് പറഞ്ഞാൽ ഇത് വേറെന്തോ പ്രശ്നമാണ് എന്ന് വിഷ്ണു മനസ്സിൽ ചിന്തിച്ചു. ഈ സമയത്ത് ശാലിനി അവിടേക്ക് സത്യാമ്മ വരുന്നത് അറിയാതെ ശാലിനി വേഗം ശാരദാമ്മയോട് പറഞ്ഞു, എന്റെ അമ്മേ, ഇനി ആവശ്യമില്ലാതെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ആദ്യം പെരുക്കാതെ വേഗം അമ്മ എനിക്ക് കഴിക്കാനായി ചോറ് വിളമ്പി വെച്ച് ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞതും പെട്ടെന്ന് ശാരദാമ്മ ഭക്ഷണം എടുക്കാനായി കിച്ചണിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വാതിക്കൽ 2 കാറ് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ഉടനെ ശാലിനി പറഞ്ഞു, അമ്മേ, ഏതോ 1-2 വണ്ടി വന്ന സൗണ്ടല്ലോ കേട്ടത്, നോക്കട്ടെ ആരാണെന്ന് എന്ന് പറഞ്ഞ് ശാലിനി നോക്കാനായി പോകാൻ തുടങ്ങുമ്പോൾ വേഗം ശാരദാമ്മ പറഞ്ഞു, വേണ്ട മോളെ, നീ പോകണ്ട, ഞാൻ പോയി നോക്കാം. അങ്ങനെ വേഗം ശാരദാമ്മ വന്ന് ആ ജനലിനരികിൽ നിന്ന് നോക്കുമ്പോഴേക്കും 2 കാറ് വന്ന് നിന്നതും ഒന്നിൽ നിന്ന് സുസ്മിതയും മറ്റൊന്നിൽ നിന്ന് സത്യാമ്മയും വിഷ്ണു ഇറങ്ങുന്നത് കണ്ടു. ഇതെന്തായിരിക്കും ഈ സമയത്ത് ഇവരിവിടെ എന്ന് ശാരദാമ്മ സംശയത്തോടെ ആലോചിച്ചു. ഉടനെ തന്നെ സുസ്മിത കാറിൽ നിന്നിറങ്ങി വേഗം സത്യാമ്മയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ഹമാൻഡി, വേഗം വാ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് സത്യാമ്മയെ വിളിച്ചുകൊണ്ട് സുസ്മിത മുന്നോട്ട് വരുന്നത് കണ്ടതോടെ ശാരദാമ്മയ്ക്ക് സംശയമായി.
ശാരദാമ്മ വേഗം വന്ന് ശാലിനിയോട് പറഞ്ഞു, മോളെ ഇതേ സത്യാമ്മയും വിഷ്ണുമോനുമാ വരുന്നത്, കൂടെ ആ സുസ്മിതയുമുണ്ട്, എന്തോ കുഴപ്പമുള്ളത് പോലെ തോന്നുന്നു എന്ന് ശാരദാമ്മ അറിയിച്ചു. അത് കേട്ടതോടെ ശാലിനി പറഞ്ഞു, ആ സുസ്മിതയുണ്ടെങ്കിൽ ഉറപ്പാമേ എന്തെങ്കിലും കുഴപ്പം കാണും, ഇനി എന്തായിരിക്കും പുതിയ പ്രശ്നം എന്ന് ശാലിനി ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴേക്കും വേഗം ശ്യാമ റൂമിലേക്ക് പോകുന്നു. ശ്യാമയോടും ശാരദാമ്മ പറഞ്ഞു, മോളെ നിങ്ങൾ രണ്ടുപേരും റൂമിലേക്ക് പോക്കോ, ഇതെന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞ് ശാരദാമ്മ ഇരുവരെയും പറഞ്ഞയച്ചു. അങ്ങനെ ശാലിനിയും ശ്യാമയും കൂടി അകത്തേക്ക് പോന്നു. ഈ സമയത്ത് എന്തായിരിക്കും അവിടെ സംഭവിച്ചത്, എന്തായിരിക്കും സത്യാമ്മ വന്നതിനുള്ള കാരണം അറിയാനായി ശാരദാമ്മ വേഗം ഹാളിലങ്ങ് നിൽക്കുമ്പോഴേക്കും സത്യാമ്മയും സുസ്മിതയും അകത്തേക്ക് കയറി വന്നു. വിഷ്ണുവും കൂടെ എത്തി. ഉടനെ തന്നെ സത്യാമ്മയോട് ശാരദാമ്മ ചോദിച്ചു, അല്ല സത്യാമ്മയോ, എന്തു പറ്റി സത്യാമ്മ എന്ന് ചോദിച്ചത്. സത്യാമ്മ ചോദിച്ചു, അതെന്താ ശാരദാമ്മ ഞാൻ വന്നത്, ശാരദാമ്മയ്ക്ക് ഒരു ഇഷ്ടപ്പെടാത്ത പോലെ ഞാനിവിടെ ഒരുത്തിയെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ടല്ലോ പ്രസവത്തിനായിട്ട്, അവളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കേണ്ടത് എന്റെ കടമയല്ലേ എന്ന് ചോദിച്ചതും ഉടനെ ശാരദാമ്മ ചോദിച്ചു, അല്ല സത്യാമ്മയുടെ സംസാരത്തിൽ എന്തോ ഒരു അകൽച്ചയുള്ളത് പോലെ, എന്തോ ദുരുദ്ദേശം പോലെയാണല്ലോ സത്യാമ്മയുടെ സംസാരം എന്ന് ചോദിച്ചതും സത്യാമ്മ പറഞ്ഞു, അതൊക്കെ താമസിയാതെ മനസ്സിലാകും ശാരദാമ്മേ, ഡോക്ടറിങ് വന്നോട്ടെ എന്ന് പറഞ്ഞു. ഉടനെ വീണ്ടും എന്താ കാര്യം എന്നറിയാതെ എല്ലാവർക്കും ആകെ സംശയമായി. ഉടനെ തന്നെ ഡോക്ടറോ എന്ന രീതിയിൽ ശാരദാമ്മ ഞെട്ടിത്തെറിച്ചങ്ങ് നിൽക്കുമ്പോൾ വേഗം തന്നെ സുസ്മിത മനസ്സിൽ പറഞ്ഞു, അതേ ശാരദാമ്മേ, ഇന്നത്തോടെ നിങ്ങളുടെ കള്ളക്കളികളൊക്കെ അവസാനിക്കാൻ പോവാ, നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ ശാരദാമ്മയെ വെല്ലുവിളിച്ചങ്ങനെ മനസ്സിൽ വെല്ലുവിളിച്ചുകൊണ്ട് സുസ്മിത അങ്ങനെ നിന്നു. അപ്പോഴേക്കും വിഷ്ണു അരികിലേക്ക് വന്ന് ചോദിച്ചു, അമ്മേ ഡോക്ടറോ, എന്താ കാര്യം, ശ്യാമിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചതും അതൊക്കെ പറയാം വിഷ്ണു, നീ നോക്കിയിരുന്നോ, ഇപ്പൊ എല്ലാ സത്യവും പുറത്തു വരും എന്ന് പറഞ്ഞ് സത്യാമ്മ അങ്ങനെ നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ഡോക്ടർ അവിടേക്ക് വന്നത്. ഡോക്ടർ വന്നതോടെ ഉടനെ ഡോക്ടർ അകത്തേക്ക് കയറി വന്നു. ഉടനെ സത്യാമ്മയോട് ഡോക്ടർ ചോദിച്ചു, അല്ല സത്യാമ്മ എന്താ കാര്യം, എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അപ്പോഴേക്കും ഡോക്ടറുടെ ചോദ്യം കേട്ട സത്യാമ്മ പറഞ്ഞു, അത് പിന്നെ എന്റെ മരുമകള് ഗർഭിണിയാണ്, അവൾക്കും അവളുടെ കുഞ്ഞിനും കുഴപ്പങ്ങളൊന്നുമില്ലോ, അവളുടെ കുഞ്ഞ് സുഖമായിരിക്കുന്നല്ലോ എന്ന് അറിയാൻ വേണ്ടി അവളൊന്ന് ചെക്കപ്പ് ചെയ്യാനായിട്ടാണ് ഡോക്ടറോട് വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും ഡോക്ടർ പറഞ്ഞു, ഓ അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ നോക്കിയിട്ട് പറയാമല്ലോ എന്ന് പറഞ്ഞ് ഡോക്ടർ ചോദിച്ചു, അല്ല മരുമകളുടെ റൂം എന്ന് ചോദിച്ചതും ശ്യാമ എവിടെ ശാരദാമ്മ എന്ന് ഉടനെ ശാരദാമ്മയോട് ഡോക്ടർ സത്യഭാമ ചോദിച്ചു. അപ്പോഴേക്കും ശാരദാമ്മ പറഞ്ഞു, അവൾക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞ് മുമ്പ് മെഡിസിൻ കഴിച്ചിട്ട് റൂമിലേക്ക് പോയതാണ് എന്ന് ശാരദാമ്മ മറുപടി നൽകി. ഉടനെ റൂം ഏതാണ് ഡോക്ടർ അന്വേഷിച്ചതും ശാരദാമ്മ അത് അകത്താണ് എന്ന് ചൂണ്ടിക്കാട്ടി. ഉടനെ തന്നെ ഡോക്ടർ അകത്തേക്ക് പോകുന്നു. ഡോക്ടർ എന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും ശ്യാമ ആകെ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. ഉടനെ തന്നെ ഡോക്ടർ അകത്തേക്ക് കയറി. ഈ സമയത്ത് സുസ്മിത മനസ്സിൽ പറഞ്ഞു, ഡോക്ടർ ആ വാതിൽ തുറന്നൊന്ന് പുറത്തേക്ക് വന്നോട്ടെ ശാരദാമ്മേ, ഇന്നത്തോടെ നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും കള്ളക്കളികളൊക്കെ അവസാനിക്കും എന്ന് സുസ്മിത മനസ്സിലങ്ങനെ ചിന്തിച്ച് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു ചോദിച്ചു, അമ്മേ അല്ല ഇപ്പൊ എന്തിനാ ഡോക്ടറെയൊക്കെ വിളിച്ചു വരുത്തത്, ശ്യാമയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്താ അമ്മ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സത്യാമ്മ പറഞ്ഞു, ശ്യാമയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതോ ശ്യാമയാണോ കുഴപ്പം എന്ന് ഇപ്പൊ അറിയാൻ കഴിയും, അതിനുവേണ്ടിയാണ് ഞാൻ ഡോക്ടറെ വിളിച്ചത് എന്ന് സത്യാമ്മ പറഞ്ഞു. ശാരദാമ്മ ആകെ സങ്കടത്തിലായി. ദൈവമേ, ശാലിനി ചെയ്ത ആ ത്യാഗം അതിന് ഒരു ഫലവുമില്ലാതാകാൻ പോവുകയാണല്ലോ ദൈവമേ, എന്റെ ദേവി ഇന്നത്തോടെ എല്ലാം തകർന്നൊടിയുകയാണോ എന്ന് ശാരദാമ്മ മനസ്സിൽ അങ്ങനെ ആശങ്കയോടെ ദേവിയോട് പ്രാർത്ഥിച്ചു. ഈ സമയത്ത് ഡോക്ടർ പരിശോധനയെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു, പരിശോധന കഴിഞ്ഞു കേട്ടോ, സത്യാമ്മ പറഞ്ഞിട്ടാ ഞാൻ വന്നത്, ഞാൻ എന്തായാലും കാര്യങ്ങൾ സത്യാമ്മയോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഡോക്ടർ വേഗം പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ വാതിൽ തന്ന ഡോക്ടർ വന്നതും സത്യാമ്മ ആശങ്കയോട് ചോദിച്ചു, എന്തായി ഡോക്ടർ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചതും ഉടനെ ഡോക്ടർ പറഞ്ഞു, വെറുതെ എന്റെ സമയം പാഴാക്കിയല്ലോ സത്യാമ്മേ, കുട്ടി തികച്ചും നോർമലാണ്. അത് കേട്ടതോടെ സുസ്മിത ചാടി എഴുന്നേറ്റു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഭാമാന്റി, ശ്യാമ ഗർഭിണിയൊന്നും അല്ല എന്ന്. ഇത് കേട്ട ഉടനെ തന്നെ സത്യാമ്മ വേഗം ദേഷ്യത്തോടെ ശാരദാമ്മയുടെ നേരെ തിരിഞ്ഞു. ശാരദാമ്മേ, എന്നോട് ഇത് വേണ്ടായിരുന്നു, നിങ്ങൾ എന്താ കരുതിയത് എന്നെ കുറിച്ച് എന്നൊക്കെ ചോദിച്ചതും ശാരദാമ്മ സത്യാമ്മേ അത് ഞാൻ എന്ന് പറഞ്ഞ് മറുപടി പറയാനാകെ വിഷമിച്ചങ്ങ് നിൽക്കുമ്പോൾ വിഷ്ണു ഇതൊരു കളവായിരുന്നു, ഈ ഗർഭം വെറുമൊരു കളവായിരുന്നു എന്നുള്ള ഡോക്ടറുടെ വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ ഡോക്ടർ അങ്ങനെ വെളിപ്പെടുത്തിയതുപോലെ കേട്ടത് വിഷ്ണുവും ആകെ വേദനയോടെ ശാരദാമ്മയെ നോക്കുന്നു.